നമ്മുടെ FRKന്റെ ഉഡായിപ്പ് കാന്താര എ ഫേക്ക് ഫ്രണ്ട്സ് സിനിമാറ്റിക് യൂണിവേഴ്സ് അതിൽ അടുത്തൊരു സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 51 മിനിറ്റ് നമുക്ക് പോപ്കോണൊക്കെ കഴിച്ച് ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പിലുള്ള സാധനമാണ്. ഫേക്ക് ഫ്രണ്ട്സ് സിനിമാറ്റിക് യൂണിവേഴ്സ് പാരൻസ് തീ വാഴത്തോട്ടം കാന്താര ലെജൻഡ് ഓഫ് ദ ഗേൾ ക്യാച്ചർ പഴം എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ആസ് യൂഷ്വൽ ഐ റെസ്പെക്ട് FRK വ്ളോഗ്സ് നമ്മളെ എന്ത് ചെയ്യില്ല, വീഡിയോ എടുത്തിട്ട് അത് റീപോസ്റ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ FRKൻ്റെ ആ ഒരു സാധനം വെച്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അത് കോപ്പിറൈറ്റ് സാധനങ്ങളും സംഗതികളും ഒക്കെ കീപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മളത് എടുത്ത് റീപോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് അത് അടിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഐ റെസ്പെക്ട് ദാറ്റ്. ഞാനപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ആ സംഗതി ആദ്യമേ അവർ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞതുകൊണ്ട് പിന്നെ അവിടെ എടുത്ത് വെക്കേണ്ടല്ലോ. അപ്പോൾ ഈ 51 മിനിറ്റും ഈ പറഞ്ഞ FRKയുടെ വീഡിയോ കാണാത്തവരുണ്ടാവും. ഓക്കെ, അതാണ് ഫസ്റ്റ്. ഇത് കാണാത്ത ആളുകൾ എന്താണെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർ ഇപ്പം എന്താ സംഗതി, എന്താണ് ഇപ്പോൾ ഈ കാന്താര സാധനം വന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് അന്തം വിട്ട് നിൽക്കുന്നുണ്ടാവും. അവരോടാണ് പറയാനുള്ളത്, ഇത് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഏജൻറ് സിനിമാറ്റിക് യൂണിവേഴ്സിലാണ്. ഓക്കെ, ACU നിങ്ങൾ കൂട്ടിക്കും. ഇതിൽ റിയാലിറ്റി ഉണ്ട്. ഞാൻ റീലും റിയാലിറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ FRK വ്ളോഗ്സിലെ റീൽ, ആ റീലിനകത്ത് അതിലെ എന്താ പറയുക, FRK നായകനായിട്ട് കൺസിഡർ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ലൈഫിലൊരു വല്ലാത്ത സ്റ്റേജിൽ എന്താ പറയുക, ഒരു അങ്ങനെ അറിയാലോ, നമ്മൾ ചില വിശ്വാസികൾ ലൈഫിലെ വല്ലാത്തൊരു സ്റ്റേജിൽ വിശ്വാസത്തിൽ കൂടുതലായിട്ട് അങ്ങോട്ട് മുഴുകിപ്പോകും. പിന്നെ അവർ ആ വിശ്വാസം എന്നുള്ള എലമെൻറ്റ് പിടിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകും. അത് ലൈഫിലൊരു സ്ട്രഗ്ലിങ് സ്റ്റേജിലോ അല്ലെങ്കിൽ ആരുമില്ലാത്തൊരവസ്ഥയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാലോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ വിശ്വാസത്തിൽ. അല്ലെങ്കിൽ കൂടുതൽ പൈസ വരുമ്പോൾ, കൂടുതൽ കെയർഫുൾ ആകുമ്പോൾ, അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് നോർമലായിട്ട് വീട്ടിലിരിക്കുന്ന ഒരാൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, നോർമൽ ലൈഫ് മുന്നോട്ട് പോകുന്നു, അത്യാവശ്യം ജീവിച്ചു പോകുക എന്നുള്ള ഒരാൾ രാവിലെ ചെന്നിട്ട് അമ്പലത്തിൽ ചെന്നിട്ട് ദൈവമേ സുഖമാണോ, എനിക്ക് സുഖമാണ് അങ്ങനെ പറയില്ലല്ലോ. പ്രശ്നങ്ങളുള്ളപ്പോഴും ഓവറായിട്ട് പൈസ വരുമ്പോഴോ അല്ലെങ്കിൽ ഓവറായിട്ട് അങ്ങനെയൊക്കെ ആവുന്ന സമയത്താണ് പേടിച്ചിട്ട്, അതായത് എല്ലാം പൈസയാണെങ്കിലും ഫെയിം ആണെങ്കിലും ഒക്കെ ഓവറാകുമ്പോൾ പോയിട്ട് അയ്യോ ഇതിങ്ങനെ കൂടി വരുന്നുണ്ടേ, ഒക്കെ ഒന്ന് ശരിയാ, എല്ലാം പക്കയായിട്ട് കൊണ്ടുപോകണേ, അങ്ങനെ ആയിരിക്കും. ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അയ്യോ ആകെ പ്രശ്നമാണെങ്കിൽ ഇതാകെ സീനാവുകയും അപ്പം എന്നെ രക്ഷിക്കണേ, ഇതിനാവും പോണത്. അപ്പം എന്താണെങ്കിലും കാന്താരയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. കാരണം കാന്താര ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഒക്കെ പറഞ്ഞ പോലെ വിശ്വാസം ഒക്കെ ആളുകളുടെ വിശ്വാസമാണ്. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ സയൻറ്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് സോഷ്യൽ മീഡിയയിൽ ഡേ ടു ഡേ ലൈഫ് വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിലും എന്നെ പോലുള്ള ചാനലിൽ വല്ലവരുടെയും കണ്ടൻറ്റ് വെച്ച് പറയുന്നവരാണെങ്കിലും ആരാണെങ്കിലും സയൻറ്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം അടുത്ത് നമ്മൾ കണ്ടതാണ്, ഒരു കുട്ടീനെ തൂക്കി പിടിച്ചിട്ട് 8 മാസമുള്ള കുട്ടി നിലത്ത് വീണിട്ട് കൈ ഒടിക്കും. സോ അങ്ങനത്തെ കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാന്താര വീഡിയോസ് ആരെങ്കിലുമൊക്കെ റിയൽ ലൈഫിൽ ഇടുമ്പോൾ അത് റിയാലിറ്റിയിൽ ഭയങ്കരമായിട്ട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ആ പാർട്ടൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ആൻഡ് ഇതിലേക്ക് ഞാൻ FRKയുടെ കേസിലേക്ക് വരുമ്പോൾ ഞാൻ ഇതിൽ ഈ പാരൻസ് എന്നുള്ള എലമെൻറ്റ് ഞാൻ എടുത്ത് മാറ്റുകയാണ്. ബിക്കോസ് എനിക്ക് ഈ പാരൻസ് എന്നുള്ള എലമെൻറ്റിൽ സംസാരിക്കാൻ എനിക്ക് ഇനഫ് എന്താ പറയുക സോഴ്സ് ഇല്ല. പാരൻസ് എന്ന് പറഞ്ഞ എലമെൻറ്റിലേക്ക് പോകാൻ ഞാൻ എൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഞാൻ എന്താ പറയുക പാരൻസ് എന്ന് പറഞ്ഞ സംഗതി ഞാൻ വെക്കുന്നില്ല, അല്ലെങ്കിൽ അത് മാറ്റർ ആക്കുന്നില്ല. കാരണം എപ്പോഴും പാരൻസ് എന്ന് പറയുമ്പോൾ സ്വന്തം മക്കളുടെ നല്ലത്, സ്വന്തം മക്കൾ അവർ തന്നെയാണ് എല്ലാം മെയിൻ. അവരിനി എത്ര പൊട്ട കാണിച്ചാലും പൊട്ടയാണെങ്കിലും അവർ സ്വന്തം മക്കൾ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അധിക പാരൻസും നിൽക്കുക. വെരി റയർ പാരൻസാണ് മക്കളെ മേത്തേക്ക് അതായത് അങ്ങോട്ട് ഓക്കെ നീ ചെയ്തത് തെറ്റാ പോയിന്റ് ഔട്ട് ചെയ്ത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തി പോകുന്ന ആളുകൾ വളരെ കുറവാണ്, ചുരുക്കമാണ്. മെയിനായിട്ട് എല്ലാവരും സ്വന്തം മകനോ മകളോ ചെയ്യുന്ന കാര്യം ശരി, അല്ലെങ്കിൽ ഇനിയിപ്പോൾ തെറ്റാണെങ്കിൽ പോലും ബാക്കിയുള്ളവരുടെ മുന്നിൽ അവരാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളാണ്. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തെറ്റിലൂടെ പോയാൽ, മക്കൾ പോയാൽ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ പോയാൽ അത് പിന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലും കൂടി ആയിപ്പോയാൽ ഭയങ്കര പ്രശ്നമായിരിക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിലെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരു നമ്മളെ സിനിമയിലെ വൺ ഓഫ് ദ നായിക, ഈ കുട്ടിയെ നായിക എന്ന് തന്നെ പറയണം, അങ്ങനെ വൺ ഓഫ് ദ നായിക ചീറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FRK പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഭയങ്കരമായിട്ട് പ്രേമിച്ച് ലൈഫ് കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാമായി നടന്നിട്ട് നമ്മൾ പല എന്താ പറയുക വീഡിയോസും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പല സ്റ്റോറീസും കേട്ടിട്ടുണ്ട്. അങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ട ആൾ എന്താ പറയുക റിയൽ ലൈഫിലുള്ള FRKനെയാണോ അതോ റിയൽ ലൈഫിലുള്ള FRKനെയാണോ എന്നുള്ളത് നിങ്ങൾ ജഡ്ജ് ചെയ്താൽ മതി. അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരുടെ ലൈഫിനെ കുറിച്ച് പറയുകയാണ്, ലൈഫിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയാണ്, വീട്ടിലൊക്കെ പോയതിനെ കുറിച്ച് പറയുകയാണ്. അങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ആ കുട്ടി ഇരിക്കുന്നത് കണ്ടപ്പോൾ അവിടുന്ന് വന്നൊരു സംഗതിയാണ്. അതായത് ഒരു ലൈഫിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഫെയിമിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ പറഞ്ഞ എന്താ പറയുക സ്ത്രീ വിഷയം, അങ്ങനത്തെ സംഗതികളൊക്കെ എനിക്കൊരിക്കലും നിങ്ങളോട് വന്നിട്ട് ഉപദേശിച്ച് പറയാനൊന്നും പറ്റുമെന്നില്ല. ആരെയും അങ്ങനെ വന്നിട്ട് നീ ഇങ്ങനെ ചെയ്യും. കാരണം നമ്മളെ വാക്കിന് വില വെക്കില്ലെങ്കിൽ പിന്നെ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എൻ്റെ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫെയിമിലേക്ക് കയറി തുടങ്ങി അല്ലെങ്കിൽ ഭയങ്കര ഫെയിമിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഓക്കെ ഫൈൻ, ഞാൻ ഇന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യില്ല ലൈഫിൽ, ഞാൻ ഇതുവരെ ചെയ്തു വന്നതായിരിക്കാം, ഞാൻ ഇനി കണ്ടിന്യൂ ചെയ്യില്ല. അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ഇഷ്യൂവിൽ ഇതേപോലെ ഇതിന് മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ ഇരുന്ന് കരയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇനി മുന്നോട്ട് പോവില്ല, ഇനി ഞാൻ ഇങ്ങനത്തെ സംഗതികൾ ചെയ്യില്ല. അങ്ങനെയൊക്കെ ഒരു തീരുമാനം സ്വയം എടുക്കുന്നത് നന്നായിരിക്കും. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമയാണ്, സിനിമയിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കാണാം. ഓക്കെ, അവിടെ ഈ പറഞ്ഞ പോലെ വില്ലന്മാർ ഫ്രണ്ട്സ് ആവാം, ഫ്രണ്ട്സ് വില്ലനാവാം, പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഓക്കെ, എൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അങ്ങനെയാണ്, FRKൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ FRKൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പറഞ്ഞു വെച്ചത് നോക്കുമ്പോൾ അവിടെ ഫ്രണ്ട്സ് വില്ലന്മാരായിട്ടില്ല, ഫ്രണ്ട്സ് മാറി നിൽക്കുകയുണ്ടായി. ഫ്രണ്ട്സ് ഹീറോനെ ഒറ്റയ്ക്കാക്കി, അവനെ ഒറ്റയ്ക്കാക്കി അവർ പോയി. ഉപദേശിച്ച് കാണും, ചിലപ്പോൾ മൈൻഡ് ചെയ്ത് കാണും. അപ്പം എന്താണെങ്കിലും അങ്ങനൊരു സംഭവം സംഭവിച്ചു. ഇങ്ങനൊരു ലേഡി, ഒരു സ്ത്രീ ഈ പറഞ്ഞ പോലെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യേണ്ട ഒരു അവസ്ഥയും വന്നു. അപ്പോൾ ആകെ മൊത്തത്തിൽ ടോട്ടലി കൂട്ടി വായിക്കുമ്പോൾ ഒരാൾ ലൈഫിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഇതിലെ ഹീറോമാരാണ്. അപ്പം അങ്ങനെ നിൽക്കേണ്ട വ്യക്തി ഞാൻ പറയുമ്പോൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ലൈഫിൽ ഇതുവരെ നടന്നതൊക്കെ അവിടെ നിൽക്കുക. ഇനി നടക്കാൻ മുന്നിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവുമല്ലോ സിനിമയിൽ. ഇപ്പോൾ എൻ്റെ സിനിമയിൽ ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ കൊണ്ടുവരാനാണ് താല്പര്യപ്പെടുന്നത്. ഇതുവരെ നടന്നതൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടുക. നടന്നു, സംഭവിച്ചു, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യിൽ നിന്ന് പോയി. ഇനി അങ്ങോട്ട് ഈ ഹീറോ നന്നാവണമെങ്കിൽ ആദ്യം വരേണ്ടത് ഫ്രണ്ട്സാണ്. ഈ ഫേക്ക് ഫ്രണ്ട്സ് മാറ്റിയിട്ട് ഇവിടെ റിയൽ ഫ്രണ്ട്സ് ആവണം. അത് ഹീറോൻ്റെ കയ്യിലായിരിക്കുന്നത് ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചൂസ് ചെയ്യാനൊന്നും ഇല്ല, മാറിപ്പോയ ഫ്രണ്ട്സുകൾ ഒന്നിച്ചാൽ തന്നെ ലൈഫ് സെറ്റാണ്. ഇപ്പോൾ എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ റിയൽ ലൈഫിൽ, എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. എന്നെ ഏത് സാഹചര്യത്തിലും സഹായിക്കാനും എല്ലാത്തിനും അവരുണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഫ്രണ്ട്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് പറയുന്നതിലൊക്കെ ഭയങ്കര റിയാലിറ്റി ഉണ്ടാവും, അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മളൊരു പ്രത്യേക പൊസിഷനിലെത്തി, നമുക്ക് കുറച്ച് പവറുണ്ട്, നമുക്ക് ഇനി ഓക്കെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നൈസായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നൈസായിട്ട് ഒരാൾ പോവും. അങ്ങനത്തെ പോക്കിന് ലൈഫ് വെക്കാതിരിക്കുക. ഓക്കെ, വേറെ ഫർദർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഹീറോ ആയിട്ട് തന്നെ ജീവിക്കുക എന്നാണ് പറയുന്നത്. ഹീറോ ആവണമെങ്കിൽ അവിടെ ഫേക്ക് എന്നുള്ളത് മാറ്റിയിട്ട് റിയൽ ഫ്രണ്ട്സ് വരണം. അവിടെ നമ്മൾ ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങൾ മാറ്റിയിട്ട് പുതിയൊരു ലൈഫ് തുടങ്ങണം. അതിന് കാന്താര ഹെൽപ്പ് ചെയ്യുന്നതാണ് വിശ്വാസങ്ങളിലൂടെ ആ വ്യക്തിക്ക് തോന്നുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ ഫോർ ഹിം. ഓക്കെ, ആ വിശ്വാസത്തിലൂടെ അങ്ങോട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് ഫേക്ക് സിനിമാറ്റിക് യൂണിവേഴ്സ്. അതായത് എനിക്ക് അങ്ങനെയാണ് വിളിക്കാനുള്ളത്. അതായത് ഫേക്ക് ഫ്രണ്ട്സ്, ഫേക്ക് ഫാമിലി, ഫേക്ക് പാരൻസ് എന്നുള്ളതിന് പകരം ഞാൻ പറയാൻ പോകുന്നത് ഏജൻറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സും FRK സിനിമാറ്റിക് യൂണിവേഴ്സൊക്കെ ഫേക്ക് സിനിമാറ്റിക് യൂണിവേഴ്സായിട്ട് മാത്രം നിങ്ങൾ കാണുക. ഇതൊക്കെ റിയാലിറ്റിയിൽ വെച്ചിട്ട് ഒന്ന് ചിന്തിക്കുക. റിയൽ ലൈഫിലേക്ക് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് ഫേക്ക് എന്നുള്ളതൊക്കെ അവിടെ വെച്ചിട്ട് ഇതൊക്കെ ഫേക്കാണ് അങ്ങനെ ചിന്തിച്ചിട്ട് അതിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് ഇരുന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, കാരണം ഈ വിഷയത്തിൽ ഐ എം നോട്ട് ദ റൈറ്റ് വൺ. ബിക്കോസ്
FRK അറിയുന്നത് പോലെ അല്ലെങ്കിൽ FRK പറയാൻ ഉദ്ദേശിച്ചതുപോലെ ഇതത്ര സിമ്പിളായിട്ട് പറഞ്ഞു പോകാൻ എന്നെ കൊണ്ട് പറ്റില്ല. ബിക്കോസ് ഞാൻ കുറച്ചും കൂടി അറിയാലോ നിങ്ങൾക്ക്, കാര്യങ്ങളൊന്നും കൂടി ആളേതാ എങ്ങനെ എന്താന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. ഇതിപ്പോൾ FRK തന്നെയാണ് അതിന് ബെറ്റർ പേഴ്സൺ. അയാൾ വെച്ചത് ഇങ്ങനെയാണ്, ഈ സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിട്ടാണ് വെച്ചത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് റിയാലിറ്റിയിൽ നിങ്ങൾ തട്ടിച്ചു പോകാൻ എനിക്ക് പറയാൻ പറ്റും. ഓക്കെ.